ഇത് കണ്ടോ, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. കുക്കിംഗ് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും താല്പര്യമുള്ള ഒരു സാധനം തന്നെയാണ് ഇതിനകത്ത്. എന്താണെന്ന് ഞാൻ കാണിക്കട്ടെ. ഇപ്പോൾ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഇദ്ദേഹത്തെയും കൂടെ നമ്മുടെ കൂടെ കൊണ്ടുപോകാനായിട്ടാണ് പരിപാടി. അപ്പോൾ എന്താണെന്ന് കാണിക്കാം. നിങ്ങൾ എൻ്റെ കുക്കിംഗ് ചാനലൊക്കെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതിനകത്ത് ഒരുപാട് റെസിപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില റെസിപ്പീസ്, സ്പെഷ്യൽ ട്രഡീഷണൽ റെസിപ്പീസൊക്കെ ചെയ്യാനായിട്ട് ഞാൻ വാങ്ങിച്ച ഒരു സംഭവമാണിത്. അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പാക്കിംഗ് എന്ത് നീറ്റാന്ന് നോക്കിക്കേ. ബബിൾ റാപ്പ് ഇട്ട് പാക്ക് ചെയ്തിരിക്കുകയാണ്. കാണിക്കാം. ഒന്നിത്. അടുത്ത സാധനം കണ്ട, അത് തന്നെ 2 എണ്ണമാണ് ഞാൻ വാങ്ങിച്ചത്. കണ്ടോ, അപ്പോൾ തുറന്ന് കാണിക്കാം. നിങ്ങൾക്ക് കാണാനും പഠിക്കാനും താല്പര്യമുള്ള റെസിപ്പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിക്വസ്റ്റുകൾ കമൻസായിട്ട് പോസ്റ്റ് ചെയ്താൽ ഞാനത് പോസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇത് ഭയങ്കര പ്രയാസമാണല്ലോ, ഭയങ്കര സേഫ് പാക്കിംഗ് ആണിത്. ഇനി ഇവിടുന്ന് ഇങ്ങനെ എടുക്കാം. കണ്ടോ നിങ്ങൾ, ഇതെന്താ സംഭവം? വീണയൊന്നും അല്ല കേട്ടോ, വീണ പോലൊക്കെ ഇരിക്കുന്നു. ഇതെന്താ കാണിക്കാം. ഇപ്പോൾ കണ്ട, ഇതാണ് വാൽച്ചട്ടി. കണ്ട, ഇത് ഓൾറെഡി മയക്കിയതാണ് ചട്ടി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പിടിക്കാനൊക്കെ നല്ല സൗകര്യമാണ്. അപ്പോൾ ഞാൻ ഈ ചെറിയ 2 വാൽച്ചട്ടിയാണ് ഇതിനകത്ത് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ബോക്സും കൂടെ ഉണ്ട്. അപ്പോൾ ഇതും അത് തന്നെയാണ് സംഭവം. കണ്ടോ, നല്ല പാക്കിങ്ങാണ്. എങ്ങനെ ഇട്ടാലും പൊട്ടരുതെന്ന് വിചാരിച്ചിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. നല്ല പ്രൊഫഷണലായിട്ടുള്ള പാക്കിങ്. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇവിടെയും വയ്ക്കും, നാട്ടിലും വയ്ക്കും. ഒരെണ്ണം ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. ഒരെണ്ണത്തിനകത്ത് മാർക്കുണ്ട്. കണ്ടോ, ഒരെണ്ണം ബ്യൂട്ടി സ്പോട്ടൊക്കെ ഉണ്ട്. ഒരെണ്ണം അങ്ങനെയില്ല, അല്ലാതെ തന്നെ ബ്യൂട്ടിയാണ്. അപ്പോൾ ഇനി ഇതിനകത്തുള്ള റെസിപ്പീസ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇനി അടുത്ത ബോക്സ് ഒരു പൊട്ടിച്ച് കാണിക്കാം. പ്രയോജനം നോക്കിയാൽ ഈ ഇതിൻ്റെ വാല് തന്നെയാണ് പ്രയോജനം, മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്കിങ്ങനെ പിടിച്ചത് എടുക്കാനും പിടിക്കാനും ഒക്കെ നല്ല സൗകര്യമാണ്. എപ്പോഴും ചട്ടിക്ക് ഇങ്ങനെ പിടിക്കാനായിട്ട് നമ്മൾ കൈക്കലെന്നൊക്കെ പറയും. അതൊക്കെ തുണിയൊക്കെ പിടിച്ച് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിനിയും മറ്റേ നമ്മുടെ കയ്യിലിടുന്ന, അതിൻ്റെ പേരങ്ങ് മറന്നുപോയി, കയ്യിലിടുന്ന എന്തായിരുന്നു പേര്, ആ സാധനം, കയ്യിലിടുന്ന സംഭവമൊക്കെ നമുക്കുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ചിലപ്പോൾ കറിക്കകത്തൊക്കെ മുങ്ങും. ഇതിങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല സൗകര്യമല്ലേ എടുക്കാൻ. അപ്പോൾ ഇതൊരു സൂപ്പർ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടും ഇങ്ങോട്ട് മാറിയിരിക്കട്ടെ. ഇനി അടുത്ത ബോക്സ് എന്താണെന്ന് നോക്കാം. അടുത്ത ബോക്സോടെ നമുക്ക് തുറന്നു നോക്കാം. സത്യം പറഞ്ഞാൽ ഞാനങ്ങ് മറന്നുപോയി എന്തായിരുന്നു ഇതിനകത്ത് ഓർഡർ ചെയ്തതെന്ന്. ഇതുപോലെ തന്നെ കുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് ഓർഡർ ചെയ്തത്. പക്ഷേ എന്തായിരുന്നു ഐറ്റം ഞാനങ്ങ് മറന്നുപോയി. കാര്യം ഇത് ഈ ഓർഡർ ചെയ്തൊരു സ്ഥിരം പരിപാടി ആയത് കാരണം ഓർഡർ ഇങ്ങനെ ഒന്നിക്കൊന്നിരാടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും എന്താണ് ഐറ്റം എന്നൊക്കെ ചിലപ്പോൾ അങ്ങ് മറന്നു പോകും. ഇതൂടെ നോക്കാം. ഇതും ചട്ടി തന്നെയാണ്. ചട്ടിയാണ്. സൂക്ഷിച്ചൊക്കെ എടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. വേണ്ടേ, ഇത് റീപാക്ക് ചെയ്യാനും എളുപ്പമാണ്. കാര്യം ഇങ്ങനെ വേണ്ടേ, ഈ സൈഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് കണ്ടോ ഇങ്ങനെ എടുത്തിട്ട് തിരിച്ചു വെക്കാം. 2 ചട്ടിയുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞ് മറന്നുപോയി ഞാൻ എന്താ ഓർഡർ ചെയ്തതെന്ന്. ഇത് ചീനച്ചട്ടിയായിട്ടോ പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ പറ്റിയ പാത്രമാണിത്. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു. അപ്പോൾ ഇതാണ് അടുത്ത സാധനം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. വലിയ ഷോപ്പിംഗ് ആയിരുന്നു. ഇത് ഉരുളി പോലിരിക്കുന്ന ചട്ടി. അയ്യടാ, നല്ല ശേലുണ്ട്. കണ്ടോ നോക്കിയേ, ഇത് ഉരുളി പോലിരിക്കുന്ന ചട്ടിയാണ്. ഇത് ചട്ടി ഓൾറെഡി മയക്കിയതാണെന്നാണ് അവർ പറഞ്ഞത്. എന്നാലും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മയക്കും. ചട്ടി മയക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്കായിട്ട് തന്നേക്കാം. അതൊന്ന് നോക്കണേ. അപ്പോൾ നിങ്ങൾ മയക്കിയ ചട്ടിയല്ല വാങ്ങിക്കുന്നതെങ്കിൽ ചട്ടി മയക്കാവുന്നതാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വാൽച്ചട്ടി എങ്ങനെയുണ്ട് നോക്കിയേ, നല്ല ശേലല്ലേ. ഇത് മാത്രം കണ്ടാൽ പോരാ, ഇതിനകത്ത് ഞാൻ തയ്യാറാക്കുന്ന റെസിപ്പീസും കൂടെ നിങ്ങൾ കാണണം.
നിങ്ങൾ അടുക്കളയൊക്കെ എത്ര വലിയ സംഭവമാണെന്ന് പറഞ്ഞാലും ഈ കുക്കിംഗ് ഉണ്ടല്ലോ, മൺപാത്രങ്ങൾ, ഇരുമ്പ് പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ എന്നിവയിൽ മാത്രം ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ കൽച്ചട്ടികളുണ്ട്, അതൊക്കെ വാങ്ങി അതിനകത്ത് കുക്ക് ചെയ്താൽ ആരോഗ്യപരമായിരിക്കും. കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് മേടിച്ച് വെച്ചാൽ, അത്യാവശ്യം ഇങ്ങനെ പാത്രം മേടിച്ച് വെച്ചാൽ നമുക്ക് ആരോഗ്യപരമായിട്ട് കുക്ക് ചെയ്യാനായിട്ടും പറ്റും. പിന്നെ പാത്രമൊക്കെ ഇങ്ങനെ മേടിച്ച് വെച്ചാൽ മാത്രം പോരെ, വേറൊരു കാര്യം കൂടെ പറയാം. വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കണം. കാരണം വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.